ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവര് വീണ്ടും അറസ്റ്റിൽ. SIT അറസ്റ്റ് ചെയ്തത് ദ്വാരപാലക ശില്പക്കേസിൽ KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഈ ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ കേസെടുക്കുമെന്ന് SIT ഒരു സൂചന നൽകിയിരുന്നു. കോടതി കേസെടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്ത്രിക്ക് കുരുക്ക് മുറുകുകയല്ലേ? ഒപ്പം തന്നെ ഈ KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അമ്പിളി, തീർച്ചയായും ഈ നിലവിലിപ്പോൾ തന്ത്രി അറസ്റ്റിലാണ്. അദ്ദേഹം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. അത് കട്ടളപ്പാളി കേസിലാണ് തന്ത്രി രാജീവ് കണ്ഠര് അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യത്തെ കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയാണ്. കൊല്ലം വിജിലൻസ് കോടതി രണ്ടാമത്തെ കേസ്, അതായത് ഈ ദ്വാരപാലക ശില്പം കടത്തിയെന്നുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു SITക്ക്. ആ അനുവാദത്തിന്റെ പുറത്താണ് SIT കോടതി ജയിലിലെത്തി അദ്ദേഹത്തിന് രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ അദ്ദേഹം നാളെ തന്നെ SIT ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് അപേക്ഷയും വിജിലൻസ് കോടതി നൽകും. 7 ദിവസത്തെ കസ്റ്റഡി വേണമെന്നാണ് അപേക്ഷ നൽകുന്നത്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അദ്ദേഹം കട്ടളപ്പാളി കേസിലെ ചോദ്യം ചെയ്യലും ബന്ധപ്പെട്ട് അത് പുരോഗമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം റിമാൻഡിലാവുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇനിയിപ്പോൾ ഈ ദ്വാരപാലക ശില്പം കടത്തിയെന്നതുമായി ബന്ധപ്പെട്ട കേസുമായി വരുമ്പോൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തേടേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും ഈ മറ്റ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളൊരു ബന്ധം എത്രത്തോളമാണ് എന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ അത് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ വ്യക്തത ഇതിൽ വരുത്തണമെങ്കിൽ തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ വിജിലൻസ് കോടതിയിൽ SIT സംഘം നൽകുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് മറ്റൊരു കേസിലെ 11ാമത്തെ പ്രതിയായ KP ശങ്കരദാസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടില്ല. നിലവിൽ കൊല്ലം രാവിലെയോടുകൂടി അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ അല്പം മുമ്പാണ് റിമാൻഡ് പൂർത്തിയായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്. രേഖാമൂലം അദ്ദേഹം റിമാൻഡിലാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിജിലൻസിന്റെ മജിസ്ട്രേറ്റാണ്, അതായത് കൊല്ലം വിജിലൻസ് കോടതിയുടെ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ആശുപത്രിയിൽ എത്തിയാണ്. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ SP ശശിധരനും ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവരെത്തിയാണ് ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു എന്ന് രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. ഇതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. കാരണം റിമാൻഡിലായി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിലാണ് പ്രതിയെ മാറ്റേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് ഈ നിലവിലെ, അതായത് തൊട്ട് മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാനായി വീണ്ടും അന്വേഷണ സംഘം നോട്ടീസ് നൽകുകയാണ്. അദ്ദേഹത്തെ നാളെ തന്നെ ചോദ്യം ചെയ്യാനായി വിളിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ നമുക്കറിയാം ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്ന ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരുന്നു ഒരു തവണ. അതിനുശേഷമാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ 2008 മുതൽ 2025 വരെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും 4 ഘട്ടമായ 4 കേസുകളായാണ് 4 ഭാഗങ്ങളായി തിരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് 2025 വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യത വരുത്തണമെങ്കിൽ അവസാനത്തിൽ ഉണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിന്റെ അടക്കം വീണ്ടും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. 19ാം തീയതി ഹൈക്കോടതിയിൽ അന്തിമമായ ഒരു റിപ്പോർട്ട്, അന്വേഷണ പുരോഗതിയുടെ ഒരു സമഗ്ര റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വ്യക്തത വരുത്താൻ വളരെ വേഗത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് SIT. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് കുരുക്കുമുറുകുകയാണ്. SIT ദ്വാരപാലക ശില്പ കേസിലും അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ KP ശങ്കരദാസ് റിമാൻഡിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ.